എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 155, 156, 157 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3ലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണനും കുവലയാപീഠവും തമ്മിലുള്ളതായ യുദ്ധം വർണ്ണിച്ചു കഴിഞ്ഞു. കുവലയാപീഠം ചത്തു വീണു. അതിൻ്റെ കൊമ്പും കൊണ്ട് ശ്രീകൃഷ്ണൻ നടന്നു വരികയാണ്. ഇനി ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മല്ലന്മാരെ കാണാൻ പോണത്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ വർണ്ണിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 155ാമത്തെ ശ്ലോകം ചൊല്ലാം. രംഗം രംഗേശയഃ പ്രാപ്യ സത്പഥവർത്തിനാം ദത്തവർത്മാ ജനൈരാശു ഗൗരവേണ ഭയേന ച. ആദ്യം പദച്ഛേദം പറയാം. വളരെ അധികമൊന്നുമില്ല എങ്കിലും രംഗം രംഗേശയഃ പ്രാപ്യ സത്പഥവർത്തിനാം ദത്തവർത്മാ ജനൈഃ ആശു ഗൗരവേണ ഭയേന ച. ഇവിടെ ശ്രീകൃഷ്ണനെ വർണ്ണിച്ചിരിക്കുന്ന വാക്ക് രംഗേശയ എന്നാണ്. ഈ രംഗേശയൻ എന്നുള്ള വാക്ക് മഹാവിഷ്ണുവിനെ കുറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കവി. ആ വാക്ക് അല്ലെങ്കിൽ ആ പേര് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 1000 നാമങ്ങളിലൊന്നും കാണാനില്ല. ശ്രീരംഗത്ത് വസിക്കുന്നവനായിട്ടുള്ള ഭഗവാനെ മഹാവിഷ്ണു എന്ന് വിളിക്കുന്നതാണ്. അതാണ് രംഗേശയ എന്ന് അലുക് സമാസത്തിൽ രംഗത്തിൽ ശ്രീരംഗത്തിൽ ശയിക്കുന്നവൻ. അവിടെ വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണു, അതായത് അനന്തനാകുന്ന മെത്തയിൽ ശയിക്കണ പോലെയാണ് ശ്രീരംഗത്ത് ഭഗവാന്റെ ആ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ സുകുമാരകവി അത് കണ്ടിട്ട് തന്നെ ആവണം അങ്ങനെ ഭഗവാനെ സംബോധന ചെയ്തത് അല്ലെങ്കിൽ വർണ്ണിച്ചത്. രംഗേശയനായിട്ടുള്ള ശ്രീരംഗത്തിൽ വസിക്കുന്നവനായിട്ടുള്ള ആ കൃഷ്ണൻ അല്ലെങ്കിൽ ആ മഹാവിഷ്ണു എങ്ങനെയുള്ള ആളാണ്? സത്പഥവർത്തിനാം പ്രാപ്യ. സത്പഥവർത്തികൾക്ക്, അതായത് നല്ല മാർഗത്തിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് മാത്രമേ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് സത്പഥവർത്തിനാം പ്രാപ്യ. അവിടെ നിന്നാണ് അന്വയം തുടങ്ങുന്നത്. ഞാൻ ഈ ശ്രീരംഗ പുരവാസിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആദ്യം വാക്കെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സത്പഥവർത്തിനാം, നല്ല വഴികളിലൂടെ, നല്ല മാർഗങ്ങളിലൂടെ, സന്മാർഗങ്ങളിലൂടെ ചരിക്കുന്നവർക്ക് മാത്രം പ്രാപ്യനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ. അങ്ങനെ ഭഗവാൻ വരണത് കണ്ടപ്പോൾ ജനൈഹി ഗൗരവേണ ഭയേന ച, ജനങ്ങൾക്ക് അത് മനസ്സിലായി. അവർ വേണ്ടത്ര ഗൗരവം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ആദരവ് കൊടുത്തുകൊണ്ടും ഒക്കെ. അതാണ് ഗൗരവേണ, ഭഗവാന്റെ ഗൗരവം കണ്ടിട്ട്. ഗൗരവം എന്നുള്ളത് കൊണ്ട് മുഖത്തെ ഭാവം എന്നല്ല, ഗുരുത്വം, ആകാരത്തിലുള്ള മിടുക്ക്, കഴിവ്. ഒരു ആനയൊക്കെ കൊന്നിട്ടാണ് വരണത് എന്ന് പറയുമ്പോൾ ആ ആൾക്ക് ഗൗരവം ഉണ്ടാവുമല്ലോ, സ്വഭാവത്തിൻ്റെ ഗരിമ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിട്ട് അതുപോലെ തന്നെ ആദരവും കൊണ്ട് മാത്രമല്ല പേടി നല്ലോണം ഉണ്ടായി. ഭയേന, ഇയാളുടെ അടുത്തേക്കൊന്നും പോകണ്ട, വലിയ വലിയ ആനയെ വരെ തച്ചു കൊന്ന ആളാണ്, പിന്നെ നമ്മുടെ കാര്യം പറയാനില്ല എന്നുള്ളത് കൊണ്ട് ദൂരെ മാറി നിന്നു. മാധുര്യേണു തേജസാന്നു എന്നവിടെ പറഞ്ഞത്, അത് ആ യാഗശാലയിൽ പറഞ്ഞ അതേ ന്യായം തന്നെ ഇവിടെ പറയുകയാണ്. ജനങ്ങളൊക്കെ കൂടി പേടിച്ചിട്ട് ഭയപ്പാടോട് കൂടിയിട്ട് ആശുദത്തവർമ്മ, ആ ആൾക്ക് വഴി കൊടുത്തു. സാധാരണഗതിയിൽ ഈ വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുക. ഈ ജനങ്ങൾക്കൊക്കെ അവരെ കാണുക, അടുത്ത് തൊടാൻ നോക്കുക, അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് കുറേ ആൾക്കാർ ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് കാണുന്നതാവും ശ്രീകൃഷ്ണനെ, എന്നാൽ പോലും ആരും തൊടാൻ പുറപ്പെട്ടില്ല. അത് ഭഗവാൻ അത്രയും നേരം ചെയ്ത പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം യാഗശാല മുഴുവനും മുച്ചൂടാക്കി, ധനുർയാഗം ഇല്ലാതെയാക്കി, നശിപ്പിച്ചു കളഞ്ഞു. അതൊക്കെ കള്ളയാഗങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ ഇല്ലാതെയാക്കി. പിറ്റേ ദിവസം വന്നിട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അതിന് തൊട്ട് മുമ്പ്, കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഗോപുരത്തിലേക്ക് ആ വാതിലിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ആനയെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് പേടി വരാൻ വേറെ ഒരു കാരണവുമില്ല. അതുകൊണ്ടാണ് അവർ വഴി കൊടുത്തത്. അതാണ് ദത്തവർമ്മ, ഒഴിഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ആ രംഗേശയൻ. സജ്ജനങ്ങൾക്ക് മാത്രം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒഴിഞ്ഞു പോയവരെ, പേടിച്ചോടിയവരൊന്നും സജ്ജനങ്ങളല്ല എന്നർത്ഥം. നല്ല ആൾക്കാരാണെങ്കിൽ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഭഗവാന്റെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. പേടിച്ചു പോയവർ ഒക്കെ സജ്ജനങ്ങളല്ല, സത്പഥത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുമാണ്.
അങ്ങനെയുള്ള ആ രംഗേശയൻ, രംഗപുരവാസിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ രംഗം പ്രാപ, രംഗത്തേക്കു കയറി. രംഗം എന്നുള്ളത് കൊണ്ട് മുമ്പ് പറഞ്ഞില്ല ആ വാക്ക്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മല്ലന്മാരുമായിട്ടുള്ള യുദ്ധരംഗത്തിലേക്കാണ് അവിടേക്കാണ് കയറി ചെന്നത്. അതാണ് രംഗം പ്രാപ. മഞ്ചം കുറച്ച് ഉയർന്നൊരു സ്ഥലമാണ്, ഒരു സ്റ്റേജ് അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടാവണം. അവിടേക്കാണ് ഭഗവാൻ കയറി ചെന്നത് എന്നർത്ഥം. എന്നിട്ട് അവിടെ ആരെയാണ് കണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. 156 ശ്ലോകം നോക്കൂ. വ്യായാമ കഠിനൈരംഗൈരയസ്തംഭാനുകാരിണ അപശ്യത് ക്രീഡതോ മല്ലാൻ സചണ്ഡായുധധാരിണ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. വ്യായാമ കഠിനൈ അംഗൈ അയസ്തംഭാനുകാരിണ അപശ്യത് ക്രീഡത മല്ലാൻ സ ചണ്ഡായുധധാരിണ. സ മല്ലാൻ അപശ്യത്, അതാണ് പ്രധാനമായിട്ടുള്ള വാക്യം, മുഖ്യവാക്യം അതാണ്. സ എന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണൻ, മല്ലന്മാരെ അപശ്യത് കണ്ടു. എങ്ങനെയുള്ള മല്ലന്മാരാണ് എന്നുള്ളതാണ് ബാക്കി വിശേഷണങ്ങളെ കൊണ്ടൊക്കെ പറയണത്. അതൊക്കെ മല്ലന്മാരുടെ വിശേഷണമാണ്, ശ്രീകൃഷ്ണൻ്റെ വിശേഷണമല്ല. അതുപോലെ തന്നെ ക്രിയയ്ക്കും വിശേഷണമൊന്നും കൊടുത്തിട്ടില്ല. എങ്ങനെയുള്ള മല്ലന്മാരാണ്? ആദ്യത്തെ 2 വരിയിൽ അതന്നെയാണ് പറയണത്. വ്യായാമ കഠിനൈരംഗൈരയസ്തംഭാനുകാരിണ ചണ്ഡ് ആയുധധാരിണ മല്ലാൻ ക്രീഡത മല്ലാൻ സ അപശ്യത്. വ്യായാമ കഠിനൈ അംഗൈ, കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യണത് കൊണ്ട്, വ്യായാമം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുന്നതായിട്ടുള്ള കായിക അഭ്യാസങ്ങൾ, അതൊക്കെ ചെയ്തിട്ട് എല്ലാ ദിവസവും കഠിനമായിട്ട് ശരീരത്തിനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തിയിട്ട് ശരീരത്തിനെ ഇങ്ങനെ ബലമുള്ളതാക്കി നിർത്തിയിരിക്കുകയാണ്. മസിലുകളൊക്കെ പെരുപ്പിച്ച് അങ്ങനെ ആവുമല്ലോ. നമുക്ക് ഇന്നത്തെ കാലത്തെ കായികാഭ്യാസം അല്ലെങ്കിൽ എക്സസൈസൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരെ അറിയാം. അതുപോലെ മല്ലന്മാരെ ഒരു ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചത്തു വീഴും. അതുപോലത്തെ ശക്തിയാണ് അവരുടെ കയ്യിനും കാലിനും മുട്ടിനും തലയ്ക്കും ഒക്കെ തന്നെ. അങ്ങനെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് കൊണ്ട്, ദൈനംദിനമായിട്ടുള്ള വ്യായാമങ്ങളെ കൊണ്ട്, കായിക അഭ്യാസങ്ങളെ കൊണ്ട്, കഠിനൈഹി അംഗൈഹി, കഠിനമായ ഒട്ടും മാർദ്ദവമില്ലാത്ത കർക്കശമായിട്ടുള്ള അംഗങ്ങൾ ആർക്കാണോ ഉള്ളത്, അങ്ങനെയുള്ള അംഗങ്ങളാൽ, അതാണ് വ്യായാമ കഠിനൈഹി അംഗൈഹി. അങ്ങനെ കണ്ടാൽ, ഈ വ്യായാമം കൊണ്ട് കഠിനമായിട്ടുള്ള ഈ ശരീരം കണ്ടാൽ എന്താണെന്നാണ് തോന്നുക? അയസ്തംഭ അനുകാരിണ. അയസ്തംഭം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തൂണ്, അതിനെയാണ് അയസ്തംഭം. ഇരുമ്പ് തൂണ് പോലെയുണ്ട് അവരെ ഓരോരുത്തരെയും കണ്ടാൽ. കുറേ മല്ലന്മാരുണ്ട്, അവരുടെയൊക്കെ ശരീരം ഒരേപോലെയാണ്, ഇരുമ്പ് തൂണ് പോലെ. ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്തവരുടെ കൈ വേദനിക്കും, അല്ലെങ്കിൽ തലവേദനിക്കും, കാലോ വേദനിക്കും എന്നല്ലാതെ വേറെ അവർക്ക് ഒരു പരിക്കും പറ്റില്ല. അങ്ങനെയുള്ള കുറേ മല്ലന്മാരെയാണ് കാണുന്നത്. അതാണ് അയസ്തംഭ അനുകാരിണ. അയസ്തംഭത്തെ അനുകരിക്കുന്നവരും മാത്രമല്ല, ചണ്ഡ് ആയുധധാരിണ. ചണ്ഡം എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയേറിയ, കണ്ടാൽ തന്നെ പേടിയാവുന്ന തരത്തിലുള്ള ആയുധധാരിണ, ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളവരും. ആയുധങ്ങൾ എന്നുള്ളത് കൊണ്ട് വാളാവാം, കുന്തമാവാം, ഗദയാവാം, ചുരിക, വാളും പരിചയം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചുരിക എന്നുള്ളത് കൊണ്ട് കഠാര, അങ്ങനെയുള്ളതായ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തക്കവണ്ണമുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളവരും. അതാണ് ചണ്ഡ് ആയുധധാരിണ. മാത്രമല്ല ക്രീഡത മല്ലാൻ, അവിടെയൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കളിച്ചുകൊണ്ട് അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർക്ക് തമ്മിൽ പരസ്പരം ഒരു വിദ്വേഷവും ഇല്ല. പുറമേ നിന്ന് ആര് വന്നാലും അവരുമായിട്ട് യുദ്ധം ചെയ്യാം, അപ്പം തന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നടക്കുന്ന, അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചാടി അവരുടെ ശരീരം ആ വഴക്കം കാണിച്ചു കൊടുത്തുകൊണ്ട്, കാണാൻ ആൾക്കാർ നിറയെ ഇരിക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ ആയുധ ബലങ്ങളും അതുപോലെ തന്നെ അഭ്യാസങ്ങളും ഒക്കെ കളിച്ചുകൊണ്ട് ആ രംഗത്തിൽ അഥവാ സ്റ്റേജിൽ ഇങ്ങനെ കളിച്ച് നടക്കുന്നവരായിട്ടുള്ള മല്ലന്മാരെ അപശ്യത് കണ്ടു. അങ്ങനെ കുറേ മല്ലന്മാരുണ്ട്, അതാണ് ബഹുവചനത്തിൽ പറഞ്ഞത്. അവരിൽ 2 പേരായിരുന്നു ചാണൂരനും മുഷ്ടികനും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ചൊല്ലി നോക്കാം. 157 ശ്ലോകം. നിയുജ്യമാനഃ കംസേന നിയുദ്ധാലോകമിച്ഛത ചാണൂരം പ്രതിജഗ്രാഹ കൃഷ്ണോ രാമശ്ച മുഷ്ടികം. നമുക്ക് പദച്ഛേദം പറയാം.
നിയുജ്യമാന കംസേന നിയുദ്ധാലോകം ഇച്ഛത ചാണൂരം പ്രതിജഗ്രാഹ കൃഷ്ണ രാമ ച മുഷ്ടികം. അവിടെ ചെന്നിട്ട് ആ മല്ലന്മാരെയൊക്കെ ഒന്ന് നോക്കിക്കണ്ടു. അതിനുശേഷം എന്താ ചെയ്തത്? നിയുദ്ധാലോകം ഇച്ഛത കംസേന നിയുജ്യമാന ശ്രീകൃഷ്ണ. നിയുദ്ധാലോകം ഇച്ഛത കംസേന. കംസന് ഒരു മോഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മോഹം? രണ്ടുപേര് തമ്മിലുള്ളതായ യുദ്ധം, അതിനെയാണ് നിയുദ്ധം എന്ന് പറയുക. അതായത് മുഷ്ടാമുഷ്ടി, ബാഹുയുദ്ധം. പ്രത്യേകിച്ച് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല, കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ ബലപ്രയോഗം നടത്തുന്ന യുദ്ധത്തിനാണ് നിയുദ്ധം, ദ്വന്ദ്വയുദ്ധം എന്ന് പറയുക. അതിൽ കയ്യിൽ ആയുധങ്ങളുള്ളതിനെയൊക്കെ വാളുകൊണ്ടുള്ള യുദ്ധം എന്നോ ഗദായുദ്ധം എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ദ്വന്ദ്വയുദ്ധം മാത്രമേ ഉള്ളൂ. കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമല്ല കംസൻ ഇച്ഛിച്ചത്. ഈ ബാലകന്മാരെ എങ്ങനെയെങ്കിലും കഴുത്ത് ഞെരിച്ച് ഈ മല്ലന്മാർ കൊന്നോളും എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇവരുടെ ശക്തി കൊണ്ട് ബാലകന്മാർ മരിച്ചു പൊക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണാൻ വേണ്ടി നിന്നത്. നിയുദ്ധ ആലോകം, പരസ്പരം യുദ്ധം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്, ആലോകം എന്ന് വെച്ചാൽ അത് കാണുക, അത് കാണാൻ വേണ്ടിയിട്ട് ഇച്ഛത ആഗ്രഹിക്കുന്നവനായ കംസേന, കംസനാൽ നിയുജ്യമാന ശ്രീകൃഷ്ണ, പ്രേരിപ്പിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ. അതായത് കംസനാണല്ലോ ഇപ്പോൾ നടന്നതായ എല്ലാ പ്രവൃത്തികൾക്കും ഒരു പ്രേരണ നൽകിയത്. ഈ ബാലകന്മാരെ അമ്പാടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് യാഗശാല കാണിക്കാമെന്ന് വിചാരിച്ച ആ ഒരു പ്രവൃത്തിയായിരുന്നു ഏറ്റവും വലിയ തെറ്റ് കംസൻ ചെയ്തത്. അങ്ങനെ വിചാരിച്ചതോട് കൂടിയിട്ട് അവരവരുടെ തന്നെ അന്ത്യത്തിന് ഒരു നാള് കുറുക്കിയാണ് കംസൻ ചെയ്തത്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും അതിനുശേഷമുള്ളതായ എല്ലാ പ്രവൃത്തികൾക്കും കാരണക്കാരനായ കംസൻ ഇപ്പോൾ മല്ലയുദ്ധം ചെയ്യുന്നതിനും അവരെ പ്രേരിപ്പിച്ചു. അതാണ് കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ട മല്ലന്മാരല്ല, കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ. എന്നാൽ പിന്നെ ഒന്ന് യുദ്ധം ചെയ്ത് കളയാമെന്ന് ശ്രീകൃഷ്ണൻ്റെ മനസ്സിലും തോന്നി. നടന്നു വന്നപ്പോഴാണ് വലിയൊരു രംഗം കണ്ടത്. അവിടെ നിറയെ മല്ലന്മാരെയും കണ്ടത്. എന്നാൽ പിന്നെ അവിടെ യുദ്ധം ചെയ്ത് കളയാം എന്ന് ശ്രീകൃഷ്ണനെ പ്രേരിപ്പിച്ചത് കംസനാണല്ലോ. അങ്ങനെ കംസേന നിയുജ്യമാന ശ്രീകൃഷ്ണ ചാണൂരം. ശ്രീകൃഷ്ണൻ ആ മല്ലന്മാരിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ചാണൂരൻ എന്നു പേരുള്ളൊരു മല്ലനെ തിരഞ്ഞെടുത്തു. ഞാൻ ഈ മല്ലനുമായിട്ട് യുദ്ധം ചെയ്തോളാം എന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. രാമ മുഷ്ടികം ച പ്രതിജഗ്രാഹ. രാമൻ മറ്റൊരു മല്ലനെ, പേര് മുഷ്ടികൻ എന്നായിരുന്നു, മുഷ്ടികനെയും സ്വീകരിച്ചു, തൻ്റെ എതിരാളിയായിട്ട് സ്വീകരിച്ചു. കുറേ മല്ലന്മാരിൽ രണ്ടുപേരോടാണല്ലോ യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടുപേർക്കാണ് അവസരം കിട്ടിയത്. ഒന്ന് ചാണൂരനും മറ്റൊന്ന് മുഷ്ടികനും. ചാണൂരൻ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. മുഷ്ടികൻ ബലരാമനുമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി യുദ്ധം തുടങ്ങുന്നതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. രംഗം രംഗേശയഃ പ്രാപ്യ സത്പഥവർത്തിനാം ദത്തവർത്മാ ജനൈരാശു ഗൗരവേണ ഭയേന ച വ്യായാമകഠിനൈരംഗൈരയസ്തംഭാനുകാരിണ അപശ്യത് ക്രീഡതോ മല്ലാൻ സചണ്ഡായുധധാരിണ നിയുജ്യമാനഃ കംസേന നിയുദ്ധാലോകമിച്ഛത ചാണൂരം പ്രതിജഗ്രാഹ കൃഷ്ണോ രാമശ്ച മുഷ്ടികം. സുന്ദരമായിട്ടുള്ള യുദ്ധത്തിനെ പറ്റി വർണ്ണിക്കുന്ന ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.